നമസ്കാരം, പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് ആണ്. ഇത് ഫ്രണ്ട് പേജിലത്തെ ന്യൂസ് ആണ്. ആർമി ടോക്സ് പോസിറ്റീവ് ബട്ട് നോ ഹെഡ്വേ ഓൺ ഡി എസ്കലേഷൻ. ഇന്ത്യ ചൈന അഗ്രി ടു സ്റ്റോപ്പ് സെൻഡിങ് മോർ ട്രൂപ്സ് ടു ഫ്രണ്ട് ലൈൻ. സോ ഇഷ്യൂസ് ഒരു പരിധി വരയ്ക്കും എസ്കലേറ്റ് ആവാതെ നിർത്താമെന്നാണ് ഇതുവരെയുള്ള ചർച്ചകൾ. സോ ഇരു രാജ്യങ്ങളും സ്റ്റാൻഡ് ഓഫ് അങ്ങനെ നിൽക്കുകയാണ്. കൂടുതൽ ട്രൂപ്സിനെ വിന്യസിക്കുന്നില്ല എന്ന് പറയുന്ന നമുക്കിവിടെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എടുക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ: ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, ഇതിനെപ്പറ്റി നമ്മൾ ആൾറെഡി സംസാരിക്കാറുണ്ട്. പിന്നെ 2017 ഡോക്ലാം ക്രൈസിസും ഒന്ന് നോക്കി വയ്ക്കണം. കാര്യം പ്രിലിംസ് എപ്പോഴും ഒരു 2 years ഒക്കെ പുറകിൽ പോയി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഓൺ ദാറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഇതുകൂടി ഒന്ന് ചെക്ക് ചെയ്യണം. ഇത് ഇന്നത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ്. ഇ ലേണിംഗ് ഇൻ ഇന്ത്യ, എ കേസ് ഓഫ് ബാഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതിൽ കുറച്ച് ക്രിട്ടിക്കായിട്ടാണ് ഇത് കാര്യം എഴുതിയിരിക്കുന്നത്. ഇക്വാലിറ്റിയുടെ കാര്യം പറയുന്നുണ്ട്. ആക്ച്വലി ഇൻഇക്വാലിറ്റിയുടെ കാര്യം പറയുന്നത്. കീ ഇഷ്യൂസ് ടു പാൻഡമിക്, ഇൻഇക്വാലിറ്റി, നോ ഫോക്കസ് ഓൺ കൺസെപ്റ്റ് ആൻഡ് പോസ്റ്റ് കോവിഡ് സീസൺ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ എസ് എ അതുപോലെ GS-ൻ്റെ റൈറ്റിംഗ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ അത് കൂടുതൽ സഹായകരമാവും. സോ എഡ്യൂക്കേഷനോട് ബന്ധപ്പെട്ട് NEP ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ കോവിഡ് സിറ്റുവേഷനിൽ മാറുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് ഒരുപാട് പോയിന്റ്സ് കളക്ട് ചെയ്ത് വയ്ക്കാനായിട്ട് ഈ ഒരു ആർട്ടിക്കിൾ നിങ്ങളെ സഹായിക്കും. എ ന്യൂ വേൾഡ് ഓർഡർ. The permanent members of the UNSC, UN Security Council, must support the reform process. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈസ് കാൾഡ് ഫോർ എ റീഫോം, എസ്പെഷ്യലി ഇൻ ദ UNSC, യുണൈറ്റഡ് നാഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഒരു സ്ട്രക്ചർ റീഫോം ചെയ്യണമെന്ന് പുള്ളി പറഞ്ഞു. പുള്ളിന് പറഞ്ഞ ഒരു ഭാഷയെന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് സ്ട്രക്ചർ എന്നാണ്. ആക്ച്വലി ഇത് ഫോം ചെയ്ത് മുതൽ 5 മെമ്പേഴ്സിനാണ് വീറ്റോ പവർ ഉള്ളത്. അത് UNSC P5 എന്ന് പറയും. ആ കൺട്രീസ് എന്ന് പറയുമ്പോൾ ചൈന, ഫ്രാൻസ്, റഷ്യ, US, UK അങ്ങനെ 5 രാജ്യങ്ങളാണുള്ളത്. അപ്പോൾ ഇത് റീഫോം ചെയ്യേണ്ട കാലം ഒത്തിരി കഴിഞ്ഞു. ഈ വാർത്തയിൽ തന്നെ G4 കൺട്രീസിൻ്റെ കാര്യം കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് ബ്രസീൽ, ഇന്ത്യ, ജർമ്മനി, ജപ്പാൻ എന്നീ കൺട്രീസാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ആഫ്രിക്കയിലെ നമീബിയയാണ്. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെയാണ് ഇനി ഒരു സ്ട്രക്ചർ ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ UNSC-യിൽ ഒരു പെർമനൻറ്റ് മെമ്പർഷിപ്പിലോട്ട് വരാനാണ് സാധ്യത കാണുന്നത്. അതുപോലെ IGN എന്നൊരു കാര്യം കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് ഇന്റർ ഗവൺമെൻറ്റൽ നെഗോസിയേഷൻ ആണ് IGN. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വാർത്തകൾ വരുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കാണേണ്ട കാര്യമാണ്. യുണൈറ്റിംഗ് ടു കോമ്പാക്ട് COVID-19. ഇവിടെ സാർക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. ഇതിൽ സാർക്ക് കോവിഡ് ഫണ്ടിനെ പറ്റിയൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. COVID-19 ഫണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. ഇത് ഒരു എന്താണ് GS മെയിനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇൻഫർമേഷൻ കിട്ടും. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ സാർക്ക് ഓർഗനൈസേഷൻ എന്താണ്, അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത്. 8 രാജ്യങ്ങളാണ് ഇതിൻ്റെ മെമ്പർ സ്റ്റേറ്റ് ആയിട്ടുള്ളത്. ഇത് ഫൗണ്ടഡ് ഇയർ എന്ന് പറയുന്നത് 1987 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ഡീറ്റെയിലോട്ട് പോകാം. ഇത് സാർക്കിൻ്റെ വെബ്സൈറ്റിൽ നിന്ന്, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത ഇൻഫർമേഷൻ ആണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇത് മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്തതാണ്. ഭാഷ ഇംഗ്ലീഷ് തന്നെയാണ്. അപ്പോൾ 1985 ഡിസംബർ 8 ധാക്ക എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റലാണ്. സാർക്ക് ചാർട്ടറിൽ ഒപ്പിട്ട. ചാർട്ടർ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഔദ്യോഗികമായിട്ടുള്ള എന്തെങ്കിലും ഇന്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ഒക്കെ വരുമ്പോൾ മിക്കവാറും ഒരു ചാർട്ടർ, അതൊരു എന്താണ് ഒഫീഷ്യൽ അഗ്രിമെൻ്റ് ആണ് ചാർട്ടർ എന്ന് പറയുന്നത്. സാർക്ക് എന്ന് പറഞ്ഞാൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ എന്നാണ് സാർക്ക് പറയുന്നത്. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ, അതാണ് സാർക്കിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ വരുന്ന രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽഡീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക. എന്നിട്ടൊരു മാപ്പ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളാണ് ഇതിൽ എല്ലാം വരുന്നത്. അപ്പോൾ അതൊന്ന് വ്യക്തമായിട്ടൊന്ന് നോക്കി വയ്ക്കാം. അതുപോലെ സാർക്ക് ചാർട്ടറിൽ വിവരിക്കുന്ന ലക്ഷ്യങ്ങൾ, എയിംസ് എന്ന് പറയുന്നത് ദക്ഷിണ ഏഷ്യയിലെ, സൗത്ത് ഏഷ്യയിലെ ജനങ്ങളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ,
അതുപോലെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുക, മേഖലയിലെ സാമ്പത്തിക വളർച്ച എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമൂഹിക പുരോഗതി സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സാംസ്കാരിക വികസനം എന്നിവ ത്വരിതപ്പെടുത്തുക മീൻസ് ഉയർത്തുക. എല്ലാ വ്യക്തികൾക്കും അന്തസ്സോടെ ജീവിക്കാനും അവരുടെ മുഴുവൻ കഴിവുകളും സാക്ഷാത്കരിക്കാനുള്ള അവസരം ഒരുക്കുക. സോ ഇൻഡിവിജ്വൽ പേഴ്സൺ ഡെവലപ്മെൻറ്റ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുക, കോഓപ്പറേറ്റീവ് ഒരു നേച്ചർ കൂട്ടിക്കൊണ്ടുവരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല പരസ്പര വിശ്വാസം, പരസ്പരം പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതും വിലമതിക്കുന്നതുമായിട്ടുള്ള സംഭാവനകൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ പറയുന്ന എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ, സാങ്കേതികം, ടെക്നോളജി, അപ്പോൾ ഇതെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യം, ഉഭയകക്ഷി തർക്ക വിഷയങ്ങൾ ഇവിടെ ചർച്ചയാക്കില്ല എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം ഇന്ത്യയും മെമ്പറാണ്, അതുപോലെ പാകിസ്ഥാനും മെമ്പറാണ്, ലോട്ട് ഓഫ് ഇഷ്യൂസ് ദർ. അപ്പോൾ അടുത്തടുത്ത രാജ്യങ്ങൾ, അതായത് അതിർത്തി രാജ്യങ്ങളായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. കാര്യം പൊതുവായിട്ടുള്ള പൊതു താല്പര്യങ്ങളുടെ കാര്യത്തിൽ ഒരു അന്താരാഷ്ട്ര വേദികളിൽ പരസ്പര സഹകരണം, കോഓപ്പറേഷനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ നോക്കത്തില്ല. അപ്പോൾ ഇത്രയാണ് സാർക്കിനെ പറ്റിയുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ അറിഞ്ഞു വെക്കേണ്ടത്. സോ ഇനി സാനിറ്ററി നാപ്കിൻ സ്കീം ഹാൾട്ടഡ് ഫോർ വാണ്ട് ഓഫ് ഫണ്ട്സ്. ഓക്കെ, ഇത് കർണാടകയിൽ നിന്നൊരു ന്യൂസാണ്, സ്റ്റേറ്റ് ന്യൂസാണ്. ഇപ്പോൾ ഇവിടെ എടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം, ഇമാതിരിയുള്ള ന്യൂസ് വന്നു കഴിഞ്ഞാൽ അതൊന്ന് വായിക്കുക. സാനിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റിങ്സിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും, SIയിലോ അല്ലെങ്കിൽ GS മെയിൻ റൈറ്റിങ്ങിലോ. അമിഡ് പ്രൊട്ടസ്റ്റ് ഖാരിഫ് ക്രോപ്പ് റിപ്പൺ. അപ്പോൾ ഇതിൽ പ്രൊട്ടസ്റ്റിൻ്റെ കാര്യം പറയാണ്ട് ഫാമേഴ്സിൻ്റെ, അതായത് അഗ്രികൾച്ചറിൻ്റെ കുറച്ച് റീഫോംസ് നടക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇൻഫോ ബൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കുക, എന്തൊക്കെ തരത്തിലുള്ള അഗ്രികൾച്ചർ റീഫോംസ് ആണ്, എന്താണ് മാൻഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾക്കൊന്ന് മെൻഷൻ ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടത് ഖാരിഫ് ക്രോപ്പ് എന്താണ്, റാബി ക്രോപ്പ് എന്താണ്, ഇത് ജസ്റ്റ് ഒരു വിൻ്റർ ക്രോപ്പും സമ്മർ ക്രോപ്പും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അഗ്രികൾച്ചർ പുതിയ റീഫോംസ് മനസ്സിലാക്കുക, പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ന്യൂസാണ്. ഇഷ്യൂ, ആക്ച്വൽ കോർ ഇഷ്യൂ മനസ്സിലാക്കുക. അതുപോലെ ഖാരിഫ് ക്രോപ്പുകൾ ഏതാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക, റാബി ക്രോപ്പുകൾ ഏതാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. 16th ന്യൂസ് റിവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ഒരു ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സോ അതിനെപ്പറ്റി ഒന്ന് നോക്കാം. സോ ഇതിൻ്റെ കൾട്ടിവേഷൻ ടൈമാണ് ഖാരിഫിൻ്റെ. സോ വ്യക്തമായിട്ട് നോക്കാം. ഇന്ന് രാജ്യസഭ ഇന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം രാജ്യസഭ 7 ബില്ലുകൾ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. 7 ഇമ്പോർട്ടൻ്റ് ബില്ലാണ്. ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി IIIT ലാ അമെൻമെൻറ്റ് ബില്ലാണ് ഒരെണ്ണം. അതുപോലെ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് അമെൻമെൻറ്റ് ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ബാങ്കിങ് റെഗുലേഷൻ അമെൻമെൻറ്റ്, കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കൂടി RBIയുടെ പരിധിയിൽ കൊണ്ടുവരുന്നതാണ് ആ നിയമം. കമ്പനീസ് അമെൻമെൻറ്റ് ബില്ല്, കമ്പനി ആക്ട് റീഫോം ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. 2013 കഴിഞ്ഞ അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. കമ്പനി ആക്ട് 1956 ആണ്. നാഷണൽ ഫോറൻസിക് സയൻസസ് യൂണിവേഴ്സിറ്റി ബിൽ 2020. ഇത് ഗുജറാത്തിലെ ഒരു ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയെ നാഷണൽ യൂണിവേഴ്സിറ്റി ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി ബിൽ, ഇത് പോലീസ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിൻ്റെ കാര്യമാണ്. ആൻഡ് ടാക്സേഷൻ ആൻഡ് അതർ ലാസ് റിലാക്സേഷൻ ആൻഡ് അമെൻമെൻറ്റ് ഓഫ് സർട്ടൻ പ്രൊവിഷൻസ്. ഇങ്ങനെ 7 ബില്ല്, 7, 6, 5, 4, 3, 2, 1 അങ്ങനെ 7 ബില്ലുകളാണ് കഴിഞ്ഞ ദിവസം പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ 7 ബില്ല് ഡീറ്റെയിൽ, ഇത് മാത്രമല്ല ഒത്തിരി ബില്ലുകളുണ്ട്. ലേബർ ബില്ലുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ FCRA, അപ്പോൾ ഇതിന് ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അമെൻമെൻറ്റ്. ഓക്കെ, അതുപോലൊരു പ്രധാനപ്പെട്ട കാര്യം, ജമ്മു ആൻഡ് കാശ്മീർ ഒഫീഷ്യൽ ലാംഗ്വേജ് ബില്ല് പാസ്സാക്കി. അപ്പോൾ അവിടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഇതുവരെ ഉണ്ടായിരുന്നത് ഉറുദുവും ഇംഗ്ലീഷും ആയിരുന്നു. ഇപ്പോൾ 3 ഭാഷകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് 3 വ്യത്യസ്തമായ ഭാഷകളാണ്, കശ്മീരി, ഡോഗ്രി ആൻഡ് ഹിന്ദി. ഇത് 3 ഒഫീഷ്യൽ ലാംഗ്വേജ് ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ മുമ്പ് ഉണ്ടായിരുന്ന ഭരണഭാഷയെ മാറ്റി പുതിയ 3 ഭരണഭാഷകൾ അവിടെ കൊണ്ടുവരുന്നതിന് ലോക്സഭ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്.
ജമ്മു ആൻഡ് കാശ്മീർ മുമ്പാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 370 താഴെ ആയതുകൊണ്ട് പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന കാര്യങ്ങൾ സ്റ്റേറ്റിൽ കൂടി പാസ്സാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് അത് UT ആണ്, യൂണിയൻ ടെറിട്ടറിയാണ്. സെൻട്രൽ ക്യാൻ മേക്ക് റൂൾസ്. ലോക്സഭ ക്ലിയേഴ്സ് 3 ലേബർ ബിൽസ്. 3 ലേബർ ബിൽ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡാണ് ഒരെണ്ണം, അതുപോലെ ഒക്യുപ്പേഷണൽ സേഫ്റ്റി, ഹെൽത്ത്, വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് 2020, അതുപോലെ കോഡ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി 2020. അങ്ങനെ 3 ലേബർ ബിൽസ് ആണ് ഇന്ന് പാസ്സാക്കിയിട്ടുള്ളത്. ഇതുപോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് കൂടി എടുത്തിട്ടുണ്ട്. അത് റിസോൾവ് കാശ്മീർ ഇൻ ലൈൻ വിത്ത് UN റെസൊല്യൂഷൻ. ഇന്ത്യ അത് നിശ്ചിതമായി എതിർക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ് ജമ്മു ആൻഡ് കാശ്മീർ. സോ അത് UN പോകേണ്ട ആവശ്യമില്ല. സോ അങ്ങനെ കുറച്ച് വാർത്തകൾ. സെൻട്രൽ വിസ്തയുടെ നമ്മുടെ ആൾറെഡി ഡിസ്കസ് ചെയ്താണ് കഴിഞ്ഞ വീഡിയോസിൽ. അതുപോലെ US ഇലക്ഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നോക്കാം. ദെൻ ഇതും സമാനമായ ന്യൂസുകളാണ്. അതുപോലെ ടിബറ്റിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്, അതുപോലെ നേപ്പാളിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ അയൽ രാജ്യങ്ങളായതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെ, ടിബറ്റ് രാജ്യമല്ല എന്നാലും അയൽ ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് വളരെയധികം കെയർഫുള്ളായിട്ട് ഇങ്ങനെയുള്ള വാർത്തകൾ നോക്കുക. നമുക്ക് സെക്യൂരിറ്റി ഒരു വിഷയമാണ് GS3. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ SIയിലൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ന്യൂസ് റിവ്യൂ അങ്ങനെ ഇത്രയേ ഉള്ളൂ, ചെറുതാണ്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ അതിനെ കാര്യമായിട്ട് ഇതിനുള്ള ഡീറ്റെയിൽസ് നോക്കാം. ആരെങ്കിലും ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബ് ലിങ്ക്, FB, ടെലഗ്രാം, വാട്സാപ്പ്, ദെൻ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ കൂടി PSCVക്ക് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് ആൾ അബൌട്ട് ഫോർ today, and we can meet on another day. Till then, goodbye.